കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന റൈസ്ലിപ്പ് ലിഡോ റിസർവോയറിൻ്റെ തീരത്തുള്ള റൈസ്ലിപ്പ് ലിഡോ ട്രെയിൻ, പിന്നെ ഇവിടുത്തെ ആർട്ടിഫിഷ്യൽ ബീച്ച്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ട്രെയിൻ മിസ്സായതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ നേരത്തെ തന്നെ വന്നു. രാവിലെ തന്നെ വന്ന് നമ്മൾ ആദ്യം ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ നമുക്ക് വൺ സൈഡ് ടിക്കറ്റും റൗണ്ട് ട്രിപ്പ് ടിക്കറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ താല്പര്യം അതനുസരിച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. ഇപ്പോൾ ഈ ട്രെയിൻ വരുന്നത് നമുക്ക് പോവേണ്ട വുഡി ബേ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വിൽസൺ ലോൺ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഈ വിൽസൺ ലോൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് കാർ പാർക്കിംഗ് എല്ലാം. അങ്ങനെ ട്രെയിൻ ഇവിടെ വന്നു കഴിയുമ്പോൾ റിട്ടേൺ പോകാനായിട്ട് ഈ എൻജിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ തിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പോവേണ്ട ദിശയിലോട്ട് അതിനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ റിവേഴ്സ് പോവില്ല, വൺ സൈഡ് മാത്രമേ പോവുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അതിൻ്റെ എൻജിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിവിടെ വരുമ്പോൾ നമുക്ക് ഒരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ അവരത് ട്രെയിൻ തിരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ലോക്കോ പൈലറ്റ് അതിൽ കയറിയിരുന്നു. ഈ ഒരു കുഞ്ഞു ട്രെയിനിൽ ആ ഒരു വലിയ മനുഷ്യൻ കയറിയിരിക്കുന്നത് കാണാനായിട്ടൊരു കൗതുകമാണ്. അതിനുശേഷം ഈ എൻജിൻ അവർ മറുവശത്ത് കണക്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളെ എല്ലാവരും ട്രെയിനിലോട്ട് കയറ്റും. ഇവിടെ നമ്മൾ ടിക്കറ്റ് എല്ലാം കാണിച്ച് നമ്മൾ ട്രെയിനിലോട്ട് കയറി നമുക്ക് സ്ഥലം പിടിക്കാം. അങ്ങനെ ആ ഗേറ്റിൽ ഞങ്ങൾ ടിക്കറ്റ് എല്ലാം കാണിച്ച് ട്രെയിനിൻ്റെ അടുത്തേക്ക് പയ്യെ നീങ്ങി. നമ്മുടെ ഒരാളുടെ ഹൈറ്റ് പോലും ഇല്ല ട്രെയിനിന്. കുട്ടികളെ സംബന്ധിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇതുപോലെ ഒരു കുട്ടി ട്രെയിനിൽ കയറി യാത്ര ചെയ്യാനായിട്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് വന്നപ്പോൾ മിസ്സായതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ എന്തായാലും ഈ തവണ കയറണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് വരുന്നത്. അങ്ങനെ ഞങ്ങളൊരു ബോഗിയിൽ സ്ഥലം പിടിച്ചു. ഈ ട്രെയിനിൽ കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതിനകത്തെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയിരുന്നു. ട്രെയിനിൻ്റെ ബാക്കിലുള്ള ആൾ ഒരു വിസിലൊക്കെ ഊതി ആ ഫ്ലാഗ് കാണിച്ചതിന് ശേഷം ട്രെയിൻ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഈ റിസർവോയറിൻ്റെ തീരത്തൂടെ ഈ ഒരു ചെറിയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നല്ല വെയിലത്ത് ചെറിയൊരു തണുപ്പൊക്കെ കൊണ്ട് ഈ ഒരു യാത്ര അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ഇനി റൈസ്ലിപ്പ് ലിഡോ റെയിൽവേയെ കുറിച്ച് പറയാം. വിൽസൺ ലോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 മൈൽ, അതായത് 1.5 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന വുഡി ബേ റെയിൽവേ സ്റ്റേഷനിൽ അവസാനിക്കുന്ന 12 ഗേജ് മിനിയേച്ചർ റെയിൽവേ ആണ്. ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് റൈസ്ലിപ്പ് ലിഡോ റെയിൽവേ സൊസൈറ്റിയാണ്. നമുക്കിനി കുറച്ച് നേരം ട്രെയിനിൻ്റെ യഥാർത്ഥ സൗണ്ട് ഒന്ന് കേട്ടാലോ? ഞാൻ എൻ്റെ സൈഡിലായിരിക്കും.
തിരിച്ചുകൊണ്ടേ. അങ്ങനെ ഞങ്ങൾ വുഡ്രി ബേ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ തിരിച്ചു പോകാനുള്ള ഒരുപാട് ആളുകൾ ഇവിടെ റിസർവോയറിൻ്റെ ഈ ആർട്ടിഫിഷ്യൽ ബീച്ചിൽ ഓൾറെഡി രാവിലെ തന്നെ വന്ന ആളുകളുണ്ട്. അവരെല്ലാം തിരിച്ചു പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ ഇറങ്ങിയതിന് ശേഷം അവിടെ കാത്തു നിന്നവരെല്ലാം ട്രെയിനിലോട്ട് കയറി. അങ്ങനെ ഇത് ഷട്ടിൽ സർവീസാണ്. ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കണ്ടിന്യൂസ് ട്രിപ്പുകൾ ഈവനിങ് വരെ ഉണ്ട്. രാവിലെ തുടങ്ങി കഴിഞ്ഞ് വൈകുന്നേരം വരെ കണ്ടിന്യൂസ് ട്രിപ്പുകളുണ്ട്. ഈ കാണുന്നത് കോച്ചസ് എങ്ങനെ ഇത് കണക്ട് ചെയ്യുന്നുള്ളതാണ്. എന്നിട്ട് ഫ്രണ്ടിലായിട്ട് എൻജിൻ്റെ അടുത്ത് വരെ ഞങ്ങളൊന്ന് പോയി. എന്ത് രസമല്ല അത് കാണാനായിട്ട്. വളരെ നന്നായിട്ട് വൃത്തിയായിട്ട്, ഇത്രയും വർഷം പഴക്കമുള്ള ഒരു എൻജിനാണെങ്കിൽ അവർ വളരെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നേരെ തൊട്ടടുത്തുള്ള ബീച്ചിലോട്ടാണ് പോയത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ബീച്ചാണ്. പക്ഷേ നല്ല സമ്മർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം വെള്ളത്തിലും ചെളിയിലും മണലിലും എല്ലാം കളിച്ച് പിന്നെ ഞങ്ങൾ പോയത് ഈ കാണുന്ന ഒരു വാട്ടർ ഫൗണ്ടൈനിലോട്ടാണ്. അവിടെ നമുക്ക് നല്ല ഫ്രഷ് വാട്ടർ വരും. പക്ഷേ എപ്പോഴും ഉണ്ടാവില്ല. ചില സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വെള്ളം വരാം. അത് തന്നെ ഒരു രസമാണ്. കാരണം കുട്ടികൾ കുറച്ച് നേരം ഒരു പോയിന്റിൽ പോയി നിൽക്കണം, വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ വെള്ളം വരും. അത് കഴിയുമ്പോൾ അടുത്ത പോയിന്റിൽ വരും. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒരു ഫൺ ടൈം കൂടിയാണ്. കാരണം ഇവിടെ നിന്ന് ഒരു സ്ഥലത്തേക്ക് ഓടുന്നു, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടുന്നു. അങ്ങനെ ഇത് ഭയങ്കര രസമുള്ളൊരു വാട്ടർ ഫൗണ്ടൈൻ ആയിരുന്നു. അങ്ങനെ അവിടുത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇവിടെ ഒരു അടുത്തൊരു കഫേ ഉണ്ട്. ആ കഫേയിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ടീയും സ്നാക്സും അതുപോലെ കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും എല്ലാം കിട്ടും. ഞങ്ങളങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് ആളുകളുണ്ടായിരുന്നു റിട്ടേൺ പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ വന്നതിന് ശേഷം അവർ വീണ്ടും കുറച്ചും കൂടി കോച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് ശേഷമാണ് യാത്ര തുടങ്ങിയത്. ഈ ഒരു അപ്പൂപ്പൻ സിഗ്നൽ കൊടുത്തു. പയ്യെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. ഒരു ടോയ് ട്രെയിൻ ആണെങ്കിലും അതിനവർ ഫോളോ ചെയ്യുന്ന കുറേ പ്രോട്ടോകോൾസ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസമുള്ളതായിരുന്നു കേട്ടോ. കൃത്യമായി സിഗ്നൽ കൊടുക്കുന്നു, അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം. അങ്ങനെ ട്രെയിൻ പയ്യെ മൂവ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ തൽക്കാലം ഈ റൈസ്ലിപ്പ് ലിഡോ ബീച്ചിനോട് യാത്ര പറയാണ്. 1.5 കിലോമീറ്റർ ഉള്ളെങ്കിലും ട്രെയിനിൻ്റെ സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന പോലെ തോന്നും.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ബ്രിഡ്ജിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉള്ള ഒരുപാട് ബേർഡ്സിനെ എല്ലാം കാണാം. ഫോട്ടോഗ്രാഫിയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഫോട്ടോസ് എടുക്കാനും എല്ലാം പറ്റിയൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ.